നമസ്കാരം. ഓട്ടിസവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓട്ടിസത്തിന് കന്നാബീസുമായി എന്താണ് ബന്ധമെന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതിനായി ശ്രീ തമ്പി നാഗാർജുനയെ ക്ഷണിക്കുന്നു. സർ, നമ്മൾ ഓട്ടിസത്തിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓട്ടിസം എന്നുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടിസത്തിനെ ASD എന്നാണ് പറയുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസീസാണ്. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഒന്നിലധികം മൂലകാരണങ്ങൾ കാരണം വരുന്നതാണെന്നാണ് അതിൻ്റെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ അതിന് ഇപ്പോഴത്തെ എൻവയൺമെന്റ്, അതായത് സാമൂഹികമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ള പല ഘടകങ്ങളാണ് ഇതിന് കാരണം. പഴയ ഇതനുസരിച്ചാണ് കർമ്മയോഗ സിദ്ധാന്തം എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഈ ശാസ്ത്രീയ ലോകത്തിന് അതിന് വലിയ പ്രസക്തിയില്ല, കാർമിക് എന്നൊക്കെ പറയണമെങ്കിലും. എങ്കിൽ പോലും ഈ ശാരീരിക ബന്ധം തുടങ്ങി, അതായത് ഭാര്യ ഭർത്തൃ ശാരീരിക ബന്ധം തുടങ്ങി, ബീജാഭാവം തുടങ്ങി ഇതിന്റെ കഷ്ടനഷ്ടങ്ങൾ ബാധിക്കുമെന്നുള്ളതാണ് കണ്ടത്. പക്ഷെ ഓട്ടിസം വൈകല്യവാദത്തിനേക്കാൾ ചില സാമൂഹ്യപരമായിട്ടുള്ള അവർക്ക് വൈകല്യങ്ങളുണ്ടെങ്കിലും ചില കാര്യത്തിൽ അവർ നിപുണരായിരിക്കും. ഇപ്പൊ അടുത്ത കാലത്ത് പല കുട്ടികളും പാട്ട് പാടുന്നതിൽ വിദഗ്ധരാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫോർസിങ് എന്തെങ്കിലും വരാൻ പോകുന്നതിനെ കുറിച്ച് കാലഗണനയില്ലാണ്ട് പറയാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവർ ഹൈലി ഇന്റലക്ച്വൽ ആയിരിക്കും. അപ്പം അതൊരു സാധാരണ സാമൂഹ്യ തലത്തിൽ നോക്കുമ്പോൾ ഒരു ഹാൻഡിക്യാപ്പാണ്. അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള കഴിവ് കാണില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി വേണം. അപ്പൊ അവർ കൂടുതൽ ഫേവർ ചെയ്യുന്നത് മദേഴ്സിനെയാണ്. അപ്പൊ ഈ ഓട്ടിസത്തിന്റെ ഏറ്റവും കൂടുതൽ ദൂഷിത ഫലങ്ങൾ അനുഭവിക്കുന്നത് അമ്മമാർ തന്നെയാണ്. കാര്യം അച്ഛന്മാര് അത്രയും ഇൻവോൾവ് ആവാൻ പറ്റില്ല. പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ദേഷ്യം വരും, റിയാക്ട് ചെയ്യും. അപ്പൊ ആ ഒരു റഫ്നെസ് ഉള്ള സാധാരണ അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പരുഷമായ ഒരു അപ്രോച്ച് ഇവരോട് പറ്റില്ല. അപ്പൊ അവർ ഏത് നിലയിലേക്ക് റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഇവരെ മന്ദബുദ്ധി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആധുനിക ശാസ്ത്രം പറയുന്നത് മന്ദബുദ്ധിയല്ല, അതിതീവ്രമായ ബുദ്ധി എന്നാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരിടത്തേക്കായിരിക്കും ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ കാലഘട്ടമായിട്ടിപ്പോ അടുത്ത കാലത്തായിട്ട് കനാബിസിന്റെ സ്റ്റഡീസ് ലോകമൊട്ടുക്ക് നടക്കുന്നു. ഫ്രോണ്ടിയേഴ്സ് റിസർച്ച് നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ PMC മെഡിക്കൽ സെന്റർ അവർ നടത്തുന്നുണ്ട്. ഭയങ്കര അത്ഭുതമായ റിസൾട്ട് ഇത് വരുന്നുണ്ട്. കാരണം കനാബിസ് മെയിനായിട്ട് ന്യൂറോ സയൻസിലും ന്യൂറോളജി NLPയിലൊക്കെയാണ് അതിന്റെ THC CBD ഒക്കെയുള്ള പരിപ്രവർത്തനം നടത്തുന്നത്. അപ്പം ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ പ്രത്യേകതയിലുള്ള റിസർച്ചിൽ ആയുഷ് അതിന് സഹകരിക്കുന്നുണ്ട്. കണ്ടമാനം റിസൾട്ട്, അതായത് ASD ഉള്ള കുട്ടികൾക്ക് കനാബിസ് CBD, അതായത് ശരീരത്തിന്റെ ബാലൻസിങ് കുറയ്ക്കാൻ വേണ്ടി CBD, അതിനകത്ത് തലയ്ക്ക് പിടിക്കുന്ന സാധനമില്ല, THC ഇല്ല, ടെട്രാഹൈഡ്രോ കനാബിഡോൾ ഇല്ല. CBD എന്ന് പറയുമ്പോൾ കനാബിഡോൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ കനാബിഡോൾ റെസപ്റ്റീവ്നെസ് ഉണ്ട്, ആൽക്കോഹോൾ എന്നൊക്കെ പറയും. അപ്പം അതേപോലെ തന്നെ രാത്രി ഉറക്കമില്ലായ്മയ്ക്ക് ഇൻസോമാനിയ വരും. വെച്ചാൽ ഇവര് വളരെ അലേർട്ടായിരിക്കും മിക്കവാറും. അങ്ങനെയുള്ളവർക്ക് ശാന്തത വരാൻ വേണ്ടി THC കണ്ടിട്ടുള്ള മെഡിസിൻസ്, അതായത് ചെറിയ ഡോസായിട്ട് കൊടുത്ത് ഇവരെ നല്ല രീതിയിലേക്ക് കൊണ്ടിരുന്ന പല അത്ഭുതമായ റിസൾട്ട് ഇപ്പൊ കാണാൻ. എന്തുകൊണ്ടാണ് ഈ ഓട്ടിസം ആളുകളിൽ ഉണ്ടാകുന്നത്? അതിന് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ബന്ധമാണ് ഉണ്ടെന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ ആ ഒരു പ്രവചനത്തെ കാട്ടി ഒരു കുട്ടി ജനിച്ചു, അവർക്ക് സാധാരണ കവിഞ്ഞൊരു വൈകല്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളതിന് അപ്പുറത്തേക്ക് പണ്ടൊക്കെ ആയുർവേദത്തിൽ ഭൂനാഗ തൈലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അതായത് നമ്മുടെ കഫജമായ ബ്രെയിനകത്ത് കംപ്ലീറ്റ് കഫജമായ കൊഴുപ്പാണുള്ളത്. അപ്പൊ ഭൂനാഗ തൈലം എന്ന് പറഞ്ഞാൽ മണ്ണിരയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ചികിത്സ, പിന്നെ ആദിവാസികളുടെ ഇടയിൽ ഇതിന് ഭയങ്കര അത്ഭുതമായ ചികിത്സകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇതിന് കഫജ ചികിത്സ എന്നും പറയുന്നത്. അപ്പം പണ്ട് ഇത് മണ്ണിര ഇതിൽ കോപ്പറിന്റെ അംശം കൂടുതലുണ്ട്. അപ്പൊ കോപ്പർ ഇട്ട മണ്ണിര തിളപ്പിച്ച പാല് കുടിക്കുക, അല്ലെങ്കിൽ മണ്ണിര കൊണ്ടുണ്ടാക്കിയ ഭൂനാഗ തൈലം ചേർക്കുക, ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇതിനൊരു അടിയന്തരമായ ഘടകമായിരുന്നു ആയുർവേദ ചികിത്സയിൽ. പക്ഷെ ഇപ്പൊ ഈ കനാബിസിന്റെ ചികിത്സ വന്നതിന് ശേഷം ജസ്റ്റ് അത് ബൈലിംഗലായിട്ട് നാക്കിന്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ലേഖ്യമായിട്ട് കൊടുക്കുക. അപ്പം അതിന് അത്ഭുതമായ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ആധികാരികമായ ചികിത്സയായിട്ട് ഇതിനെ അംഗീകരിക്കാനുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം അറിയാമല്ലോ, റിസർച്ചിന്റെ ഒരു പ്രത്യേകത, ഏത് റിസർച്ച് എന്ന് വെച്ചാലും 5-10 കൊല്ലം സ്റ്റഡീസ് നടത്തും.
അതുകൊണ്ട് എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് CBD THC ചികിത്സയ്ക്ക് ആധുനിക ശാസ്ത്രം വെച്ച് പ്രൊമോഷൻ ചെയ്യാത്തത് ഇതിന് വലിയ വില വാങ്ങാൻ പറ്റില്ല. ഇപ്പൊ പാർക്കിൻസൺസ് തന്നെ അതിനകത്ത് ലെവഡോപ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ലെവഡോപ്പ് FDA അപ്രൂവ്ഡ് ആണ്, ഭയങ്കര വിലയുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായ്ക്കണ്ട പരിപ്പാണ് മുക്കണയാണ്. അപ്പൊ മുക്കണയിൽ അവർ ആ മോളിക്യൂൾ മാത്രം എടുത്തിട്ട് അതിന് ഭയങ്കരമായിട്ട് നല്ല ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിന് നല്ല കൂടുതൽ ചെലവ് വരും. അവരെ കുറ്റമായിട്ട് കാര്യമില്ല. അവര് 5 or 10 കൊല്ലം ശാസ്ത്രബോധമുള്ളവരും ഇവരുമായിട്ടൊക്കെ ചേർന്നുള്ള ഒരു റിസർച്ച് നടത്തുന്നതിന്റെ ഒരു ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഈ കോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വില കൂട്ടുന്നതെന്ന് കൂടെ വേണം പറയാം. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഋതുവേദത്തിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ ആനന്ദാനന്ദത്തിലുണ്ട്, സഹസ്രയോഗത്തിലുണ്ട്. അപ്പൊ ക്ലാസിക്കൽ മെഡിസിൻസിലൊക്കെ ഇതിനെക്കുറിച്ച്, നമ്മുടെ കഞ്ചാവിന്റെ മെഡിസിൻസിനെ കുറിച്ച് നല്ല പരാമർശങ്ങളുള്ളതാണ്. പിന്നെ 85 മുതലാണല്ലോ ഇത് നമുക്ക് നിരോധിക്കപ്പെട്ടത്. അത് അതിനകത്ത് കുറ്റത്തിലുമുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ കൾച്ചറലായിട്ട് ബാങ്ക് കഴിക്കുമായിരുന്നു. അതിപ്പോ ന്യൂറോ സ്ട്രോക്ക് ഒക്കെ വന്ന് കിടക്കുന്നവർക്ക് കഞ്ചാവിന്റെ ഫുൾ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ പോലും അതിന്റെ കഞ്ചാവ് ചെടിയിൽ അരച്ചെടുക്കുന്ന ബാങ്ക് അത് ശുദ്ധീകരണം പറഞ്ഞാൽ THC കുറയ്ക്കാന്നുള്ളതാണ്. പാലിലോ അല്ലെങ്കിൽ കരിക്കുമ്പഴത്തിലോ ഒക്കെ സൂര്യസ്ഫുടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ 24 hours എക്സ്പോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഐസോപ്രോഫൈൽ ആൽക്കോൾ, അതായത് ഇവര് പറയുന്ന ശാസ്ത്ര വിദ്യ അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ മിഷണറിക്ക് തന്നെ ഒരു 3 കോടി രൂപ വരും. അതായത് നമ്മൾ പഠിച്ചേക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ആണെങ്കിൽ അതിൽ 24 hours ഇതിൽ മുക്കി വെച്ചിട്ട് അതെടുത്തിട്ട് അതിനകത്ത് ആൽക്കോഹോൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന എക്സ്ട്രാക്ട് CBD ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവര് പറയുന്നതിന്റെ അത്രയും ചെലവുകൾ വരില്ല, നാച്ചുറലായിട്ട്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് ഇപ്പൊ കുറെയൊക്കെ ഇതിനോട് ഒരു ആഭിമുഖ്യം കാണിച്ചു തുടങ്ങി. കാര്യം അടുത്ത കാലത്ത് ആയുർവേദിക് മാനുഫാക്ചറേഴ്സ് അസോസിയേഷനോട് എങ്ങനെ കനാബിസ് നമ്മുടെ മരുന്നുകൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആയുഷിനൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല സൈനാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അവരും അതിലേക്കൊക്കെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ മുഖം തിരിഞ്ഞിരിക്കാല്ല, അത് നമുക്കൊരു നല്ല സൈനായിട്ട് തന്നെ കാണാം. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത തന്നെ കേരള ഗവൺമെന്റ് കൃഷിയെ ഇവിടെ അലോ ചെയ്യുകയും നല്ലൊരു റിസർച്ച് നടത്തുകയാണെങ്കിൽ ഇപ്പം തന്നെ 3000 കോടി രൂപയുടെ ആധുനിക ആശുപത്രികളൊക്കെ ഇവിടെ വരാൻ പോകുന്നു. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ രോഗികളുടെ പുറത്ത് തന്നെയല്ലേ ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടും. കുറഞ്ഞ ചെലവിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഇപ്പം തന്നെ ഞങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ മധ്യപ്രദേശിലാണ് പ്ലാന്റ്. ഇവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല, ഓൺലൈനിലുള്ള മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ ഓവർ ഹെഡ്സ് ഒക്കെ കൂടും. അപ്പൊ കേരള ഗവൺമെന്റിനോട് കുറച്ചുകൂടെ ഒക്കെ ഒരു മിനിസ്റ്റർ അടുത്തൊക്കെ കുറച്ചുകൂടെ നമ്മൾ റിസെപ്റ്റീവായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കഞ്ചാവിനെ കുറിച്ചുള്ള ആ ഒരു കഞ്ചാവ് ശരിക്കും കഞ്ചാവ് ഒരു മോശമായ സാധനമല്ല. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കുന്നുള്ളതാണ് അതിന്റെ വേറെ കാര്യം. ഏത് സാധനത്തിനകത്ത് നന്മയും തിന്മയുണ്ട്. അമൃതം അധികമായാൽ വിഷമൊന്നും ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ നിന്നും അതിൻ്റെതായ ചികിത്സയിൽക്കൂടെ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ഗുണങ്ങളുണ്ടാവും. അതിൽ സംശയം വേണ്ട. ഇതൊരു തുടക്കമാവട്ടെ. കേരള ഗവൺമെന്റ് ആയുഷ് ഇപ്പം നല്ല ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ ഇപ്പോൾ ഗോവ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സാധ്യതകളുണ്ട്. നന്മ വരട്ടെ. ഈ കന്നാബിസ് മെഡിസിനും കഴിക്കുമ്പോൾ ഓട്ടിസം ആളുകളിൽ വരുന്ന മാറ്റം എന്താണ്? മാറ്റം എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ നോർമലാവും. കനാബിസിന്റെ ഒരു പ്രത്യേകത ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചാണ് കനാബിസ് നമ്മുടെ MDMA മെത്തഡോളൊന്നും വയലന്റ് ആവുന്നില്ല, ശാന്തതയിലേക്കാണ് അവർ. പക്ഷെ അവരുടെ ആ കനാബിഡോട് റിസെപ്റ്റീവ്സ് ആനന്ദമായിട്ടൊക്കെ തുറന്ന് ശാന്തതയിലേക്ക് ശരീരവും മനസ്സും സ്പിരിച്വാലിറ്റി വെച്ചിട്ട് അവർ ശാന്തരാവത്തേ ഉള്ളൂ. അതിനൊരു സംശയമില്ല. ജനങ്ങളിൽ എങ്ങനെയാണ് ഈ കഞ്ചാവ് ദോഷകരമായി ബാധിക്കുന്നത്? ബാഡ് പബ്ലിസിറ്റി കൂടെ ഈ ഫാർമസ്യൂട്ടിക്കൽസുകാരൊക്കെയാണ് ഉത്തരവാദികൾ. പിന്നെ രാഷ്ട്രീയക്കാരുടെ പിടിപ്പുകേടും ഇതിന് കാരണമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ തന്നെ കൊറോണ വാക്സിൻ ഇഷ്ടംപോലെ ആൾ മരിക്കുന്നില്ലേ. അപ്പൊ ആദ്യം അതിനുവേണ്ടി ചെയ്തൊരു നിങ്ങൾക്കറിയാമല്ലോ, ഈ നാട് വരെ ഒരു ആട്ടോ ഇമ്മ്യൂൺ എഫിഷ്യൻസി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. AFI പോസ്റ്റ്മോർട്ടം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു നീതിപീഠം ഗവൺമെന്റ് ആവണം എന്നുള്ളതാണ് എനിക്ക് ഒരു അഭ്യർത്ഥിക്കാവുന്നത്. സത്യസന്ധമാവട്ടെ. ഇതിപ്പോ മീഡിയയിലെല്ലാം അവൈലബിൾ ഇല്ല. നുണ പറഞ്ഞാൽ നമുക്ക് എത്ര നാൾ വിജയിക്കാൻ പറ്റും? നുണയെക്കാട്ടി സത്യം പറഞ്ഞാൽ എന്ത് നിലനിൽക്കില്ല. കനാബിസ് സിദ്ധൌഷധമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് വരിക തന്നെ വേണം, വരിക തന്നെ ചെയ്യും. സംശയമില്ല.
താങ്ക് യു സാർ. ഇത്രയും നേരം നമ്മളോട് ഓട്ടിസത്തെ കുറിച്ചും ഓട്ടിസത്തിന് ഫലപ്രദമായ മെഡിസിൻ ആണ് കന്നാബീസ് എന്ന സന്ദേശം തന്നതിന് ശ്രീ തമ്പി നാഗാർജുനയ്ക്ക് നന്ദി പറയുന്നു. നന്ദി. പ്രേക്ഷകർക്ക് നന്ദി.